ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനെല്ലാം കഴുകി എന്നിട്ടിങ്ങനെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചെമ്പിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കാൻ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടിട്ടല്ല ഞാൻ വേവിക്കുന്നത്. വെള്ളത്തിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവിയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത് വെക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആവിയിൽ ആക്കാൻ വേണ്ടി എടുക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ ഈ പാത്രത്തിലാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉപ്പിൻ്റെ ആവിയാണ് ഈ വെള്ളത്തിലേക്ക് കയറുക, ഇതിലേക്ക് ഈ നമ്മളെ കപ്പക്ക് വേവാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഉപ്പിൻ്റെ വെള്ളം ഇങ്ങനെ വന്ന് ഒരു ചെറിയൊരു ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ഞാനിതിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതതിൻ്റെ അകത്ത് അങ്ങനെ അരിഞ്ഞോളൂ. ഗ്യാസ് കത്തിച്ചിട്ട് വെക്കട്ടെ. ഗ്യാസ് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ മുറിച്ചിട്ട ഈ കപ്പേനെ നമുക്കിതിലെടുത്ത് വെക്കണം. ഓക്കെ, അപ്പം ഇനി ഇത് ഇവിടുന്ന് വെന്തോ. ഇവിടെ ഉറുമ്പ് വന്നിട്ട് പോയിട്ടില്ല, ഇനി പോയി എന്നാണ് വിചാരിച്ചത്. അവർ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം അടച്ച് വെക്കട്ടെ. അതങ്ങനെ തിളച്ചിട്ട് വേവണം. ഓക്കെ, അപ്പോൾ അതങ്ങനെ തിളച്ചിട്ട് വെന്തിട്ട് നമുക്ക് കാണാം. ഹലോ ഗൈസ്, അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ വെച്ച മധുരക്കിഴങ്ങ് വെന്തോ എന്താണെന്ന്. ഇല്ല, കുറച്ചുകൂടി ആവാനുണ്ട്, ശരിക്കും വെന്തിനില്ല. അപ്പോൾ വെന്തതിൻ്റെ ശേഷം നമുക്ക് എടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ഇത് ഒന്നും നശിക്കുന്നില്ല. നമ്മൾ വെള്ളത്തിലിടാണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ എല്ലാ രുചികളോടും കൂടി തന്നെ കിട്ടും. അപ്പോൾ അതാണ് ഇങ്ങനെ ആവിയിൽ വെച്ച് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും. ഇത് കുറച്ച് താമസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വെന്തിട്ട് കാണാം. അതല്ലേ നല്ലത്. നമ്മളെ മധുരക്കിഴങ്ങ് വെന്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് വെന്തോ നോക്കാം. ഒന്ന് കുത്തി നോക്കട്ടെ. ഓക്കെ, പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഇനി ഓഫാക്കാം. എന്നിട്ട് എല്ലാവരെയും പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെൻ്റെ മധുരക്കിഴങ്ങ് വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇനിയും എടുക്കാം. അപ്പോൾ ഇത് വെള്ളത്തിൽ അലിഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല, എല്ലാം നല്ല കണ്ടീഷനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെയാണ് ഉണ്ടാക്കൽ. ആദ്യമെല്ലാം ഞാൻ വെള്ളത്തിലിട്ടിട്ടേനും ആക്കൽ, പിന്നെയാണ് ഇങ്ങനെ ആക്കിയാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ആക്കിയത് ഇപ്പം. അപ്പോൾ ഇതാണ് നല്ലത് മറ്റേനാക്കാട്ടും. മറ്റേത് വെള്ളത്തിൽ കുറേയെല്ലാം അലിഞ്ഞു പോകുമല്ലോ. ഇതാകുമ്പോൾ വെള്ളത്തിലൊന്നും അലിയില്ല, ആവിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ല അടിപൊളിയാണ്. എന്തായാലും മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളൊന്നും കുറഞ്ഞു പോകില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇനി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അടിപൊളിയായിട്ട് പോവുകയും ചെയ്തിന്, ഒന്നും പറയാനില്ല, കുറ്റം പറയാനേ ഇല്ല. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ, പിന്നെ എടുത്തിട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഗൈസ്, മധുരക്കിഴങ്ങ് വെന്തത് ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതാ സൂപ്പർ, ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വാവ്,
അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ്, വലിയ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഇത്രയാണുള്ളത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.